ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വരെ പോവാണ് കേട്ടോ. മക്കളെ രണ്ടുപേരെയും പീഡിയാട്രീഷ്യനെ കാണിക്കുന്ന ഒരു ആവശ്യമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ രണ്ടുപേരെയും കുത്തിപ്പൊക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്നിട്ട് നമ്മുടെ ആംബുലൻസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആൾ കുറച്ച് കുറവായുണ്ട്. നമുക്ക് ഇപ്രാവശ്യം ആംബുലൻസാണ് വരുന്നത്. ആൾ തോനെയുണ്ടെങ്കിൽ ബസ് വരും കേട്ടോ, മിലിറ്ററിയുടെ. അപ്പോൾ അങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ റോഡ് സൈഡിലെ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ആകാശം കാണാനുള്ള നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ ആംബുലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ എംഎച്ചിലോട്ട് പോവുകയാണേ. അപ്പോൾ റോഡിലൊക്കെ ഇന്ന് വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല, എന്നാലും ഉണ്ടായിരുന്നു. അപ്പോഴെന്താ ഇവിടെ ഫുൾ ഇതേപോലെ ബൊഗൈൻ വില്ലാസ് അങ്ങനെ നിറയെ ചെടി വെച്ചിട്ടുണ്ട് അവിടെ റോഡിലെല്ലാം. നമ്മുടെ മിക്കവാറും ഉള്ളിടത്തെല്ലാം ഇങ്ങനെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നമ്മളിതാ നേരെ നമ്മുടെ എംഎച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ പോയി നമ്മൾ ടോക്കണൊക്കെ എടുത്തു. ഇനി ഡോക്ടറെ കാണിക്കാൻ പോവുകയാണേ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് പീഡിയാട്രിക് ഒ പി. അപ്പോൾ രണ്ടുപേരും തനിയെ സ്റ്റെപ്പ് കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നടന്ന് ഇവിടെ എല്ലാം ഇവിടെ ഇങ്ങനെ പ്ലാന്റ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പീഡിയാട്രിക് കോപ്പി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എന്താ രണ്ടുപേരും കുരുത്തക്കിടക്കം നല്ലോണം കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടു. അപ്പോൾ മോന് HB ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ബ്ലഡ് കൊടുത്തു. പിന്നെ ഒരു ഹാഫ് ആൻ അവർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ പിന്നെ ആ ടൈമിൽ നമ്മൾ പിന്നെ വന്ന് പാർക്കിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ മക്കൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വെയിലാണെങ്കിലും നമുക്ക് വലുതായിട്ട് ചൂടറിയത്തില്ല കേട്ടോ. കാരണം ചെറിയ ഇളം കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ചെന്തെങ്കില കൊലയില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു തേങ്ങാക്കൊലകളൊന്നും ആടുന്നുണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ സമയത്തിന് ഞാൻ പോയി ലാബിൽ നിന്ന് റിസൾട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ പീഡിയാട്രിക് ഒപ്പിയിലോട്ട് വന്നു റിസൾട്ട് കാണിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഫീഡിങ് റൂമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കെട്ടിയതാണ്. പക്ഷേ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം കർട്ടനൊക്കെ ഇട്ട് മറിച്ചാണ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവരുടെ പ്ലേ റൂമാണ്. പക്ഷേ എല്ലാ കളിപ്പാട്ടങ്ങളും പൊട്ടിക്കിടക്കുന്നതുകൊണ്ട് ഇവരിപ്പോൾ ഇത് തുറക്കാറില്ലേ. അപ്പോൾ ഞാൻ വന്ന ടൈമിൽ ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. അപ്പോൾ ഈ കണ്ട സംഭവം ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ പുതിയതാണ്. ഞാൻ കരുതി എന്തോ പിള്ളേർക്ക് കളിക്കാനുള്ള ബോളാണെന്ന്. പിന്നെ നമ്മൾ നേരെ ഫാർമസിയിൽ പോയി. അപ്പോൾ ഫാർമസിയൊക്കെ ഇപ്പം കുറച്ച് വിപുലീകരിച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പേ ഇവിടെ ചുമ്മാ ഒഴിഞ്ഞ പറമ്പ് കണക്ക് കിടന്നതാണ്. അവരിപ്പോൾ നല്ല ഗ്രീനറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ മെഡിസിനൊക്കെ വാങ്ങി. അപ്പോൾ ഈ കാണുന്ന ഗോഡിൻ്റെ സ്റ്റാച്ചു എന്ന് പറയുമ്പോഴത്തേനും ഈ ആർമി മെഡിക്കൽ കോറിൻ്റെ ഗോഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടവും ഇങ്ങനെ ഈ സ്റ്റാച്ചു നമ്മൾ കാണാം കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ അവിടെ കുറേ ഭാഗത്തേന് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഹീറോസാണ് കേട്ടോ. അപ്പോൾ ഇവരെ സ്റ്റോറികൾ അങ്ങനെ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടിട്ട് നേരെ നമ്മുടെ പാർക്കിലോട്ട് പോകണം കേട്ടോ. കാരണം അമ്മയും മക്കളും അവിടെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ കോഫി കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അകത്ത് തന്നെയുള്ളൊരു ക്യാൻറ്റീനാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് സമൂസയും കോഫിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പാർക്കിലോട്ട് തിരിച്ചു വന്നു കേട്ടോ. കാരണം നമ്മൾ ആംബുലൻസിൽ വരുവാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരുടെ എല്ലാം OPD എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് തനിയെ ക്യാബ് വിളിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നിട്ട് അത്യാവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങ് പാർക്കിൽ അവരോട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഊഞ്ഞാലൊക്കെ നല്ല പൊള്ളി കരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ പിന്നെ പോയിട്ട് ഈ കുതിരയിലാണ് കേട്ടോ കയറിയത്. പക്ഷേ ആൾക്ക് അതിൻ്റെ ടെക്നിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇവിടുത്തെ കാറ്റത്ത് ഈ ഫ്ലാഗൊക്കെ പറക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ അതാ ഇവിടെ ഈ കാണുന്ന മരങ്ങളും അതിനകത്ത് റെഡ് കളർ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം കല്ലുകുട്ടി ഇതെങ്ങനെയാണ് ഇതിനകത്ത് കളിക്കേണ്ടതെന്ന് പഠിച്ചു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അന്നേരത്തേക്കും പോകാൻ ടൈമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ആംബുലൻസിൽ കയറി MHന് ടാറ്റായി പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പോണ വഴിക്കും എന്താണ് ഈ ട്രാഫിക്ക് തന്നെ. പിന്നെ രണ്ടുപേരും വണ്ടിയിൽ കയറിയപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ നല്ല ചെടികളാണ് ഇവിടെ ഫുള്ള്. അപ്പോൾ ഈ കാണുന്ന ഭാഗമൊക്കെ നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗമാണ്. ഇവിടെയും ഫുള്ള് ഇങ്ങനെ ഒരു ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ കരിഞ്ഞിട്ടൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം ഭംഗിയിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് എയർപോർട്ട് മെട്രോ ആണ്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ക്വാർട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വെയിലത്തൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നേരെ പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ.